ഹലോ. എന്ത് ആരാ? നിങ്ങൾ ആരാ വിളിക്കുന്നേ? നിങ്ങളെ ലീപ് നമ്പർ ഇങ്ങോട്ട് വിളിച്ചേ? എന്റെ ഭർത്താവിന്റെ മൊബൈലിലോട്ടാ വിളിച്ചത്. നിങ്ങളെ ഭർത്താവിന്റെ വീടാണ്? ഏത് വീടാന്ന് അറിയത്തില്ല. ഏത് വീടാ? നിങ്ങളെന്തിനാ അതൊക്കെ അറിയാം? നിങ്ങളെ കെട്ടിനെ വിളിക്കാൻ, നിങ്ങളെ കെട്ടിനെ നമ്പർ വിളിക്കാം. നിങ്ങൾ നാട്ടുകാരെ നമ്പർ വിളിച്ചാൽ കെട്ടിനെ തിരക്കുന്നത്. എന്റെ ഭർത്താവിന്റെ മൊബൈലിൽ വിളിച്ചാൽ നിങ്ങൾ എടുക്കുവോ? നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ നമ്പർ പറ. ഇത് എന്റെ സിമ്മിൽ വിളിച്ച് എന്റെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കും. നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ നമ്പർ പറ. അപ്പൊ എന്റെ ഭർത്താവിന്റെ മൊബൈൽ നിങ്ങൾ മോട്ടിച്ചതാ? നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോ കേട്ടോ. നിന്റെ കയ്യിൽ ആ മൊബൈൽ എങ്ങനെ വന്നു? ഇത് എന്റെ മൊബൈൽ എന്റെ കയ്യിലായിരുന്നു. ഞാൻ പിന്നെ താൻ ആരാണെന്ന് പറ. പിന്നാട്ട് നീ എന്ന് എടീന്നൊക്കെ വിളിക്കുന്നു. ഞാൻ ആരില്ല പാട്ടെ. എന്റെ ഫോണിൽ വിളിച്ചിട്ട് നീ ആരാ സംസാരിക്കുന്നത്? നിന്റെ കെട്ടിയാൽ എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്നെ കെട്ടിയതല്ലടോ. മഞ്ജു, മഞ്ജു നല്ല പേര്. എന്ത് ചെയ്യുന്നു? ഞാന് ടെക്നോ പാർക്കില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ. ആ പാർക്കിൽ പോയി ശകല നേരം കാറ്റ് കൊള്ളാം. അയ്യോ, കാറ്റ് കൊള്ളുന്ന പാർക്കല്ല, ജോലി ചെയ്യുന്ന പാർക്ക്. പേര് പറ, പേര് പറയട്ടോ. എന്റെ പേരോ? എന്റെ പേര് മന്മഥൻ. നല്ല പേര്. വാവോ. വാവോ? വാവല്ല, വാവൂന്ന് വെച്ചതാ. എനിക്ക് നിന്നെ കാണാൻ കൊതിയാകുന്നടി. എനിക്ക് കാണാൻ മുട്ടിയിരിക്കും. എനിക്ക് കണ്ടേ പറ്റൂ. വാട്സപ്പ് ഉണ്ടോ? ഉണ്ടായിരുന്നു, അതിപ്പോ പൂട്ടി. അതെ, ഒന്നും വണ്ടിയൊന്നും വരുന്നില്ലെന്നേ. എന്താ ഉദ്ദേശിച്ചത്? വർക്ക്ഷോപ്പ് ഉണ്ടോന്നല്ലേ ചോദിച്ചത്? അയ്യോ, വർക്ക്ഷോപ്പ് അല്ല, വാട്സപ്പ്. അതെന്നാ അത്? വാട്സപ്പ് ഉണ്ടെങ്കിൽ ചേട്ടന്റെ ഫോട്ടോ എനിക്കും കാണാം, എന്റെ ഫോട്ടോ ചേട്ടനും കാണാം. ആണോ? ഒന്ന് മേടിക്കടാ. ഞാൻ സംഘടിപ്പിച്ചു തരാം. ഞാൻ സംഘടിപ്പിക്കടാ. ഞാൻ സംഘടിപ്പിച്ച അങ്ങനെ ഇടുന്നല്ലോ. കുത്തിരുന്ന് ശമ്പളം വാങ്ങാനാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പാ, ഞങ്ങളുടെ കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടും, ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കുന്നത് വല്ല ഊട്ടിയിലും വല്ലയിടത്തും പോടാ. കീറടാ, എടാ കീറടാ. അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പേ ഇത് മുഴുവൻ അലിക്കിടണം. അതും ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ മറ്റോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. എടി അമ്മണി, നീ എന്നെ പണി കാണിച്ചേ? കൊച്ചിനെ അങ്കനവാടി കൊണ്ടുപോണ പെട്ടിയാണോ എടി കൊലപാതകത്തിന് തന്നുവിട്ടെ? എടി നീ പെട്ടെന്ന് അങ്കനവാടിയിലേക്ക് ചെല്ല്. അതിനകത്ത് മിസ്യം കണ്ടിരിപ്പുണ്ട്. ഉപ്പാണ്ടാക്കണ ഓമന ചേച്ചിനെ കൊന്നു കഴിഞ്ഞിട്ട് എന്നെ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ നിന്നും കയറിപ്പോ ചെറുക്കനിറക്കി. സ്വതവേ ഇവനൊരു ഗുരുകുല പഠനവും അധികവും ഉള്ളൊരു ഗോപാലു. ഇവനോ ഇന്നലെ വടകര വരതട പ്രോഗ്രാം ഉണ്ടത് കാബൂളിൽ. അരവിന്ദ സ്വാമിയുടെ സിനിമേട്ട അത് കാണുവാനായി വഴിയണ്ട. എൻ കയ്യിലോ 10 പൈസയില്ല. ആകെ മൊത്തം സീൻ കോൺട്ര. എനിക്ക് പേടിയാ. ഇത്രയും വലിയ ഗായകനോ? പ്രശസ്തനായ ഗായകനോ? പക്ഷെ ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സാധനത്തിനെ കാണുമ്പോ എനിക്ക് പേടിയാ. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ചെറിയൊരാളാണ്. ഞാനും പൂജ ചേച്ചിയും ലക്ഷ്മി ചേച്ചിയും ഒക്കെ. ചെറുതാണെങ്കിലും ഒരു വെടിക്കെട്ടാ. കയ്യെടുത്ത് സംസാരിക്കണമെങ്കിൽ എനിക്കൊരു ഉമ്മ തരണം. അപ്പൊ എന്റെ ചുണ്ടുമല്ലിലെ ലിപ്സ്റ്റിക് മുഖത്ത് പറ്റും. തന്നെ അവിടെ നിന്ന് തന്നാലും മതി.
മേടക്കുട്ടിക്ക് ജയ്.